ഓണസദ്യയിലെ ഇന്നത്തെ വിഭവം കൂട്ടുകറിയാണ്. ലേശം മധുരത്തോടെയുള്ള കൂട്ടുകറി ഏവരുടെയും പ്രിയപ്പെട്ട വിഭവം തന്നെയാണ്. ഇതിന് അരക്കപ്പ് കടല രാത്രി മുഴുവൻ കുതിർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ 5 വിസിൽ വരെ വേവിക്കുക. കടലയ്ക്കു പകരം കടലപ്പരിപ്പിലും ഇത് തയ്യാറാക്കാം. ഇനി കൂട്ടുകറിക്ക് വേണ്ടത് 1 കപ്പ് പച്ചക്കായും 1 കപ്പ് ചേനയും സ്ക്വയറായി അരിഞ്ഞ് കറുക്കാതെ ഇരിക്കാൻ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഈ പച്ചക്കറിക്ക് പകരം കുമ്പളങ്ങ, വെള്ളരിക്ക എന്നിവ ചേർത്തും ഇതുണ്ടാക്കാം. ഇനി കുക്കറിൽ കായും ചേനയും ഇട്ട് കടല വേവിച്ച വെള്ളവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് 2 വിസിൽ വരെ വേവിക്കുക. ഇനി പാനിൽ 1 കപ്പ് തേങ്ങയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വറക്കുക. തേങ്ങ മൂത്ത് ബ്രൗൺ ആവുമ്പോൾ 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി ഗ്യാസ് ഓഫ് ചെയ്യുക. ആറിയതിനു ശേഷം വെള്ളം ചേർക്കാതെ അരയ്ക്കുക. ഇനി വേവിച്ച കായ്കറികൾ വേറൊരു കടായിലേക്ക് മാറ്റി അതിലേക്ക് വേവിച്ച കടല കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മസാല ചേർക്കുക. കൂട്ടുകറിയിൽ അധികം വെള്ളം പാടില്ല, കുറുകിയാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ശർക്കര കൂടി ചേർക്കുക. ശർക്കര ഓപ്ഷനിലാണ്. ഇനി ഇത് തിളച്ച് കുറുകി വരുമ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കൂട്ടുകറിയിലേക്ക് വറവ് വറുത്തിടാം. ഇതിന് ഒരു പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി 2 കപ്പ് തേങ്ങയും 1/2 സ്പൂൺ ജീരകവും ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വഴറ്റി ബ്രൗൺ കളറായാൽ കറിയിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കുക. വളരെ സ്വാദുള്ള എല്ലാവരുടെയും ഇഷ്ടവിഭവമായ കൂട്ടുകറി തയ്യാർ. ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.